വാർത്തകൾ വിശദമായി. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്ന തർക്കത്തിൽ യുവാവിനെ കാറിടിച്ചു കൊന്ന കേസിൽ CISF ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. CISF സൗത്ത് സോൺ DIG ആണ് നടപടി എടുത്തത്. സംഭവം മുതിർന്ന CISF ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. അതേസമയം പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായ ഐവിൻ രാത്രി വീട്ടിൽ നിന്ന് കാറിൽ ജോലിക്ക് ഇറങ്ങിയതായിരുന്നു. തോമ്പ്ര റോട്ടിലെ ഇടവഴിയിൽ എതിരെ വന്ന CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഐവിന്റെ കാറിൽ ഉരസി. വണ്ടി നിർത്തി ഐവിൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. കാറ് മുന്നോട്ടെടുക്കാൻ CISF ഉദ്യോഗസ്ഥർ ശ്രമിച്ചപ്പോൾ വേണ്ട, പോലീസ് വരട്ടെ എന്ന് പറഞ്ഞ് ഐവിൻ കാറിന് മുന്നിൽ ഇരുന്നു. ഫോണിൽ വീഡിയോ ചിത്രീകരിക്കാനും തുടങ്ങി. ഇതോടെ കാർ പെട്ടെന്ന് മുന്നോട്ടെടുത്ത ഉദ്യോഗസ്ഥർ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന ഐവിനെ ഇട റോട്ടിലൂടെ 1 കിലോമീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. നായത്തോട് കപ്പേള റോട്ടിൽ കാർ ബ്രേക്ക് ഇട്ടതോടെ തെറിച്ചു വീണ ഐവിന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കി. 20 മീറ്ററോളം ഐവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലായത്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് പ്രതികാരമായാണ് യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാർ കയറ്റി കൊന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. CISF SI വിനയകുമാർ ദാസ്, ബീഹാർ സ്വദേശിയായ CISF കോൺസ്റ്റബിൾ മോഹൻ കുമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മോഹൻകുമാറിനെ ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടി. സംഭവസ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനമേറ്റ SI വിനയകുമാർ അങ്കമാലി LF ആശുപത്രിയിൽ ചികിത്സയിലാണ്.